പലായനം ചെയ്ത് മദീനയിലെത്തിയ ശേഷം പ്രവാചകർ അവിടെയുള്ള സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം നബിതങ്ങൾ പറയുന്നു, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. ഒരു സമൂഹത്തെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴും നബിതങ്ങൾ പറയുന്നത് നിങ്ങൾ കുടുംബബന്ധം ചേർക്കണമെന്നാണ്. ഇസ്ലാമിൽ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് അത്രമേൽ പവിത്രമായ കാര്യമായാണ് പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു തആല പറയുന്നതായി നബിതങ്ങൾ പറയുന്നു, എൻ്റെ പേര് അർ-റഹ്മാൻ അഥവാ കാരുണ്യവാൻ എന്നാണ്. റഹ്മാൻ എന്ന എൻ്റെ നാമത്തിൽ നിന്നാണ് കുടുംബം എന്നർത്ഥം വരുന്ന റഹ്മാൻ എന്ന എൻ്റെ നാമത്തിൽ നിന്നാണ് കുടുംബം എന്നർത്ഥം വരുന്ന റഹിം എന്ന പദമുണ്ടായത്. ആര് കുടുംബബന്ധം ചേർക്കുന്നുവോ അവനെ ഞാൻ ചേർത്ത് നിർത്തും. ആര് കുടുംബബന്ധം മുറിക്കുന്നുവോ ഞാൻ അവനുമായി അകലം പാലിക്കും. ഇത്രമേൽ ഗൗരവത്തോടെയാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതിനെ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തിയത്. അഥവാ അള്ളാഹുമായുള്ള ബന്ധവും അവൻ്റെ തൃപ്തിയുമെല്ലാം കുടുംബബന്ധം ചേർക്കുന്നതിൽ നിക്ഷിപ്തമാണ് എന്ന് പറയാം. അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടികളിലൊന്നാണ് അർശ് എന്നുള്ളത്. പ്രവാചകർ ഒരിക്കൽ കുടുംബബന്ധത്തെ അർശുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുകയുണ്ടായി. ശേഷം പറഞ്ഞു, പകരത്തിന് പകരം ചെയ്യുക എന്നുള്ളത് ബന്ധം ചേർക്കലല്ല. മുറിഞ്ഞുപോയ ബന്ധം ആര് ചേർക്കുന്നുവോ അവനാണ് യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നവൻ. എത്ര മനോഹരമായ വാക്യമാണിത്. കേവലം ബാധ്യത തീർക്കലല്ല കുടുംബബന്ധമെന്ന് നബിതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ഒരിക്കൽ ഒരു സ്വഹാബി നബിതങ്ങൾക്കരികിലെത്തി ചോദിച്ചു, നബിതങ്ങളെ, എനിക്ക് നരകത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള കാര്യം പറഞ്ഞു തരാമോ? അവിടുന്ന് അരുളി, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് നൽകണം. ശേഷം നബിതങ്ങൾ പറയുന്നു, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. ഇസ്ലാമിലെ പ്രാഥമികമായ കാര്യങ്ങളെ പരിചയപ്പെടുത്തിയ ഉടനെ നബിതങ്ങൾ പറയുന്നത് കുടുംബബന്ധം ചേർക്കണമെന്നാണ്. അത്രമേൽ ഇസ്ലാമിൽ കുടുംബബന്ധത്തിന് പ്രാധാന്യമുണ്ട്. ആരെങ്കിലും ഭക്ഷണവിശാലതയും ആയുർദൈർഘ്യവും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്നും പ്രവാചകർ അരുളിയതായി കാണാം. ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നതാണ് ആയുർദൈർഘ്യവും ഭക്ഷണവിശാലതയും. ആ ഒരു വിഷയത്തിൽ പോലും നബിതങ്ങൾ നമ്മോട് കൽപ്പിക്കുന്നത് നിങ്ങൾ കുടുംബബന്ധം ചേർക്കണമെന്നാണ്. ഇത്രമേൽ കുടുംബബന്ധം നിലനിർത്താനും അത് തുടർന്നു കൊണ്ടുപോകാനും ഇസ്ലാം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഖാദി ഇയാദ് തങ്ങൾ പറയുന്നു, ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് കുടുംബം ചേർക്കുക എന്നുള്ളത്. ഒരു സലാം കൊണ്ടെങ്കിലും അവനത് നിലനിർത്തട്ടെ.